ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ അംഗൻവാടിക്ക് പോവാണ് കേട്ടോ. അംഗൻവാടിയിൽ ഇന്നൊരു പരിപാടി ഉണ്ട്. ആ പരിപാടിയുടെ പേരെന്താണെന്നറിയോ? ശിശുദിനം. ആ പരിപാടിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വരെ ഞാൻ നിങ്ങളൊക്കെ ഒരു കാരണം കാണിച്ചു തരാം. ഞങ്ങൾ സ്റ്റൈലിട്ടിക്കണം. പല്ല് ഫുള്ള് സ്റ്റൈലിടാനാണ് എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ ഉമ്മച്ചായനായിട്ടില്ല ഒരെണ്ണം സ്റ്റൈലിടാനുള്ള ഒഴിച്ച്. ഇനി എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇടണമെന്ന ടീച്ചർ പറഞ്ഞിരിക്കണം. ഞാൻ കുറേ ദിവസമായി അംഗൻവാടിക്ക് പോയിട്ട്. കാരണം എനിക്ക് അംഗൻവാടിക്ക് പോകണ ഇഷ്ടമല്ല. അതേപോലെ തന്നെ എനിക്ക് സ്കൂളിൽ പോകണതും ഇഷ്ടമല്ല. എനിക്ക് പാപ്പാട് കൂടും കറങ്ങാൻ പോകണത് മാത്രമേ ഉള്ളൂ. പിന്നെ കൊപ്പത്തേക്ക് പോകണ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടാളും കൊണ്ടാക്കാൻ പപ്പി ഉമ്മച്ചി വരുന്നുണ്ട്. ഉമ്മച്ചി ഓടുമ്പോൾ ഉമ്മച്ചി ഇനിയും കൂടി കൊണ്ടാകാന്ന് പറഞ്ഞിരിക്കണോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അംഗൻവാടിക്ക് പോകണത്. അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. കാരണം എനിക്കത് ഇഷ്ടമല്ല. എന്തായാലും ഇപ്പം ഞങ്ങൾ അംഗൻവാടി കാണിച്ചു തരാം. കുപ്പൂത്തിൽ അംഗൻവാടി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ കണ്ടപ്പോൾ തന്നെ ടീച്ചർ പുറത്തേക്ക് വന്നു. ഞാൻ ചെന്നപ്പോഴത്തേനും എല്ലാ കുട്ടികളും അവിടെ എത്തിക്കും. ഇവിടെ 2 ടീച്ചർമാരാണുള്ളത്. ഞാൻ അംഗൻവാടിൻ്റെ ഉള്ളിൽ കുറേ കുട്ടികളിൽ കാണിച്ചു തരാം. ഒരു ടീച്ചറാണ് വൈറ്റ് ചുരിദാർ, ഒരു ടീച്ചറാണ് ബ്ലാക്ക് ഉടുപ്പ്. ടീച്ചർ എല്ലാ കുട്ടികൾക്കും തൊപ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും തൊപ്പി കൊടുത്തപ്പോൾ മാലിക്കും കിട്ടി തൊപ്പി. ഓനക്കപ്പം നല്ല സന്തോഷമായി. ഓൻ്റെ എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല. നല്ല രസമുണ്ടോ എന്ന് ചോദിച്ചു. ആ തൊപ്പി വെച്ചപ്പോൾ മുതൽ മാലിക്ക് നല്ല രസമായി. പക്ഷെ ഓൻ ഞങ്ങളുടെ കൂടെ ഒന്നും അവിടെ വന്നിരുന്നില്ല. ഓന് ഉമ്മച്ചിയുടെ മടിയിൽ തന്നെ ഇരുന്നതുള്ളൂ. ഞാൻ നല്ല കുട്ടിയായിട്ട് കസാലയിൽ പോയിരുന്നു. ഓനുമ്മച്ചി അംഗൻവാടിയിലിരുത്തിയാലോ വെച്ചിട്ട് പേടിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചർ കുറേ കാട്ടിൽ വന്നു. അത് പിടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ജാഥ പോവാനാണ്. ജാഥ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ പിന്നിലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മുമ്പിലായി പോയി. ഞാൻ ഒറ്റക്ക് അങ്ങനെ നടന്നു പോയി. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് തന്നെ പിടിച്ചു കൊടുത്തു. അംഗൻവാടിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു എന്നോട് ടീച്ചർ. അതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു തന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട് വരെ നടന്നിരുന്നു. വീട് വരെ നടക്കാച്ചിട്ടായിരുന്നു. ടീച്ചർ സമ്മതിച്ചില്ല. അംഗൻവാടിക്ക് തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ കാർഡ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതല്ല കേട്ടോ, ഇതൊക്കെ ടീച്ചർ തന്നതാണ്. ഞാൻ ഡെയിലി പോവാത്ത കാരണം എനിക്ക് എന്താണെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ടീച്ചർ തന്നതാണ്. പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അംഗൻവാടിക്ക് തന്നെ കയറി. ഈ ബ്ലാക്ക് സാരി എടുത്തതാണ് ടീച്ചർ കേട്ടോ. കാലുവേദന കുട്ടികളൊക്കെ ടീച്ചർ എടുത്ത് കൊണ്ടുണ്ട്. പിന്നെ തോന്നി കാലുവേദന എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത്രയൊന്നും നടക്കേണ്ടിയിരുന്നില്ല. പിന്നെ എല്ലാവർക്കും ടീച്ചർ മുട്ടായി തന്നു. മുട്ടായി കിട്ടിയപ്പോൾ മാൽ കസാരയിലിരുന്നു. പിന്നെ ഡ്രസ്സിൽ പോക്കറ്റില്ല പറഞ്ഞ് പോകാൻ തല്ലൂടലായിരുന്നു. ഞാൻ കുട്ടികൾ പാട്ട് പാടി അങ്ങനെ രസനം പറഞ്ഞു. ഞാൻ ഡെയിലി പോവാത്തതുകൊണ്ട് എനിക്കൊന്നും പാടി കൊടുക്കാൻ അറിഞ്ഞില്ല. കുട്ടികൾ പാട്ടൊക്കെ പറിച്ചിട്ടാണ് വന്നിരുന്നത്. പിന്നെ ഇല്ലുമിനാട്ടി മാത്രമേ ഉള്ളൂ അറിയാം. ഞാൻ ആ പാട്ടൊന്നും നിങ്ങൾക്ക് പാടിത്തരാം. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ആദ്യമാജനെ പുമാജനെ മുത്തായവനെ ഇന്നും സൂര്യകനും ചന്ദ്രികനും പൊന്നായവനെ. ഒരു പാടിയ പാട്ടൊക്കെ അത്ര രസമല്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഇച്ചിരി കാണാനില്ല. വെച്ച് ഇന്നെ കട്ടിച്ചിട്ട് പോവാനുള്ള പ്ലാനിലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അപ്പം തന്നെ കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ടില്ലെങ്കിൽ ഉമ്മച്ചിനൊക്കെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ കരച്ചിൽ നിർത്തിയില്ല. ലാസ്റ്റ് ടീച്ചർ വന്നു. ടീച്ചറിനെ കുറേ നേരം അവിടെ എത്താൻ നോക്കി. പക്ഷെ നടന്നില്ല. പക്ഷെ എൻ്റെ സമ്മാനം വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ പോന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.